അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ദി വാൻ വേസ്റ്റ് എത്തി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സോ നൗ ഇതിലാണ് അവർ വിളിക്കുക കിച്ചണിൽ ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് ഗ്ലോ വോക്കർ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് വരുന്നത്. പിന്നെ ഇറ്റ്സ് എ ബ്രൈറ്റ് സണ്ണി ഡേ. അപ്പോൾ ഐ തോട്ട് ഐ ജസ്റ്റ് ഡു സംതിങ്. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇവിടെ ഒരു ഫ്രൂട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് ഫീൽഡ് പോയിട്ട് യു ക്യാൻ ആക്ച്വലി പ്ലക്ക് ഫ്രൂട്ട്സ് ബൈ യുവർ സെൽഫ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ഹോം. അപ്പോൾ അതൊരു എക്സ്പീരിയൻസും കൂടെയാണ്. സോ ഐ എം ഗോയിങ് ടു എക്സ്പീരിയൻസ് ദാറ്റ്. അപ്പോൾ അവിടുന്ന് കാണാം. നിനക്ക് വേണ്ട കോഫി? എനിക്ക് വേണ്ട. നമ്മുടെ ട്രെയിൻ ചിരിച്ചുകൊണ്ട് വരണുണ്ടോ? ആംസ്റ്റർഡാം എന്തിനാണ് ഫേമസ് ഗൈസ്? ആംസ്റ്റർഡാം ഈസ് ഫേമസ് ഫോർ one of the thing that is very much legal here is coffee shop. ഇവിടെ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കട കേട്ടോ. അപ്പോൾ കോഫി ഷോപ്പിൻ്റെ ഈ കോഫിയുടെയും ഷോപ്പിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ല. കോഫി ഷോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വീറ്റ് ഷോപ്പ്. ഇതുണ്ടോ, ഇത് മെയിൻ സ്ട്രീറ്റിൻ്റെ സൈഡിലാണ് ഈ കോഫി ഷോപ്പ്. ആൻഡ് ഇറ്റ്സ് ടു ഹ്യൂജ്. ഇറ്റ്സ് ലൈക്ക് എ മൾട്ടി ഫങ്ഷണൽ ബിൽഡിംഗ്. കണ്ടോ, വൺ ഓഫ് ദി മോസ്റ്റ് ഫാൻസിയസ്റ്റ് കോഫി ഷോപ്പ് ഇൻ ആംസ്റ്റർഡാം എന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ കയറുന്നില്ല, ഇത് പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണ്. ടിപ്പിക്കൽ ഡച്ച് റെസിഡൻഷ്യൽ ഏരിയ. ഇവിടുത്തെ ആൾക്കാർക്ക് ബേസിക്കലി അപ്പാർട്ട്മെൻറ്റ്സ് ആർ നോട്ട് പ്രിഫേർഡ്. ഇവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഹൗസസാണ് അവരുടെ ആക്ച്വൽ ഡ്രീം. പക്ഷേ ഇതിപ്പോൾ ആംസ്റ്റർഡാം ഏരിയയിൽ ഇപ്പോൾ അധികം മേടിക്കാൻ കിട്ടുന്നില്ല. ഒന്നാമത് അവൈലബിലിറ്റി ഇല്ല, രണ്ടാമത് ഭയങ്കര സൂപ്പർ കോസ്റ്റ്ലിയാണ്. സോ പീപ്പിൾ യൂഷ്വലി കം എ ബിറ്റ് അവേ ഫ്രം ആംസ്റ്റർഡാം ആൻഡ് ബൈ സച്ച് പ്രോപ്പർട്ടി. ഇതാണ് ഒരു ടിപ്പിക്കൽ ഡച്ച് ഹൗസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൗസസിൻ്റെ ലേഔട്ടും എല്ലാം ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കണം. സോ ദാറ്റ്സ് വൈ യു സീ സിമിലർ കളേഴ്സ് ഇൻ ഓൾ ദീസ് ഹൗസസ്. പ്രോബ്ലി ദ സെയിം കൺസ്ട്രക്ടർ വുഡ് ഹാവ് ഡെവലപ്ഡ് ഓൾ ദീസ് ബിൽഡിങ്സ്. പക്ഷേ യു കനോട്ട് റിയലി ബിൽഡ് ഹൗസസ് ഓൺ യുവർ ഓൺ ടേംസ്. ഇറ്റ് ഹാസ് ടു ബി അപ്രൂവ്ഡ്. ഇത് കണ്ടോ, ചെറിയൊരു ഗാർഡനും. ഫ്രൂട്ട് ദി വാൻ വേസ്റ്റ് എത്തി. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട് ഫാമിലോട്ട് കയറാൻ പോകുന്നത്. ഫ്രൂട്ട് ഫാമിൽ കയറിയിട്ട് ഞാൻ കേട്ടത് ഏകദേശം ഒരു 5 to 6 വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ഫാമിൽ കയറിയിട്ട് ഫ്രൂട്ട്സ് പ്ലക്ക് ചെയ്ത് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഫാംസ് കാണാം കേട്ടോ. ഈ ഏരിയ മൊത്തം ഫ്രൂട്ട് കൾട്ടിവേഷനാണ്. കുറേ ഫാംസ് കാണാം. എന്നാലും നോക്കി വിശക്കുന്നില്ലേ? ആദ്യം നമുക്ക് കഴിച്ചാലോ? അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് പോയി കഴിച്ചിട്ട് then we will go to the farm over there. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാമേ. ഭയങ്കര തിരക്കുണ്ടല്ലോ, നോക്കിയേ. ഞങ്ങളിവിടെ ഫാമിൽ വന്നിട്ട് ഞങ്ങൾ ഫാം കാണുന്ന മുമ്പ് ആദ്യം വിചാരിച്ചു ലെറ്റ്സ് ഹാവ് സം ഫുഡ്. സമയം 2:30 മണിയായി. അപ്പോൾ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. റെസ്റ്റോറൻറ്റിൽ ബിയർ ഓർഡർ ചെയ്തു, ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് സാധാരണ വേറെ സ്ഥലത്തൊക്കെ ഫുഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഫുഡ് റെഡി ആവുകയാണെന്ന് വെച്ചാൽ ദേ വിൽ ഗിവ് യു എ ബീപ്പർ. ബട്ട് ഹിയർ ദേ ഗിവ് യസ് എ നോക്കിയ മൊബൈൽ ഫോൺ. ഇതെൻ്റെ ഫസ്റ്റ് മൊബൈൽ ഫോണും കൂടെ ആയിരുന്നു. സോ നൗ ഇതിലാണ് അവർ വിളിക്കുക കിച്ചണിൽ ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ. ഐ വുഡ് സേ എ ഗുഡ് യൂസ് ഓഫ് നോക്കിയ ഫോൺ. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നിട്ട് ഫുഡ് മേടിച്ചു. സോ ദിസ് ഇസ് വാട്ട് ഐ ബോട്ട്. ഇത് വന്നിട്ട് sandwich ആണ്, and then you have a lot of stuffed vegetables inside. You have beetroot paste inside, and that's also topped with a bit of goat cheese. Let's see how it tastes like.
very very juicy and perfect for this surroundings. ഇതിലാണ് നമ്മൾ മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ പ്ലക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ചെറീസ് ഉണ്ട്, ചെറീസ്, ബെറീസ്, റാസ്ബെറി, പിന്നെ ഫ്രൂമിന് എന്താണ് പ്ലംസ്, ആപ്പിൾസ്, പൊട്ടറ്റോ. ഇതിൻ്റെ പ്രൈസസ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് വി ആർ ഗോണ ഡു ഇസ് നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് നമ്മൾ അതിൽ പ്ലക്ക് ചെയ്യുന്നു ആൻഡ് ദെൻ വി ഗോ ആൻഡ് ബിൽ ഇറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കാൻ പോകല്ലേ. ആദ്യം എടുക്കുന്നത് ഇവിടെ ആക്ച്വലി ആപ്പിൾ ഫാംസ് ആണ്. പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്ന്. അവർ ഒരു ഡെസിഗ്നേറ്റഡ് സ്ഥലം കൊടുത്തിട്ടുണ്ടോ ഫോർ പ്ലക്കിങ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. അത് ഈ കൊച്ചിനെ ഒന്ന് നോക്കുന്നത് ഇവിടെ ഒന്നും പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു ഹാവ് ടു ഗോ. നീയാണ് ഇല്ല നീയാണ് ഈ കുഞ്ഞാപ്പിൾ ഉണ്ടോ? കുഞ്ഞാപ്പിൾ. ദിസ് ഈസ് ആപ്പിൾ ഫാം. ഇവിടുന്ന് അപ്പാരൻ്റ്ലി ഇവിടുന്ന് പ്ലക്ക് ചെയ്യാൻ പാടില്ല. അതിവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഐ ഹോപ്പ് ദർ ഇസ് സം പ്ലേസ് വെർ യു ക്യാൻ ആക്ച്വലി പ്ലക്ക്. Wow, ഭയങ്കര സ്വീറ്റായിട്ട് റിയലി ഗുഡ്. ആ ഇതാരൊക്കെയാണ്? കുറേ താരങ്ങളുണ്ടല്ലോ. അവിടെ പന്നിക്കുട്ടനുണ്ട്. ഹലോ. ഇവിടെ നമുക്ക് പ്ലക്ക് ചെയ്യാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ഇൻസൈഡ് ആൻഡ് ദെൻ പ്ലക്ക്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ബെറീസ് ആണ്. ബെറീസ്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ലെറ്റ്സ് ടേക്ക് ബെറീസ്. നമുക്ക് ബെറീസ് ഇഷ്ടമാണോ? ലൈക്ക് ബെറീസ്? കുഴപ്പമില്ല. കുറച്ച് പച്ചയാണ്, കുറച്ച് പുളിപ്പിയ പച്ചയാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഷോപ്പിംഗ് സ്പേസും കൂടി ഉണ്ട്. അവിടെ 100% ആപ്പിൾ സിറപ്പ് കിട്ടും. ആപ്പിൾ സിറപ്പ്. അങ്ങനെ ലെറ്റ്സ് സീ ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. ആപ്പിൾ സിറപ്പ്. ഇതെന്തുവാ? ഇത് ബ്ലൂബെറി ആണല്ലോ. ബ്ലൂബെറി സിറപ്പ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് റാസ്ബെറി. നോ, ദിസ് ഇസ് പ്യുവർ. പിന്നെ അതേപോലെ തന്നെ കുറേ ഓർഗാനിക്കലി ഗ്രോൺ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. യു ക്യാൻ ഈവൻ ഗെറ്റ് ബാസ്മതി റൈസ്. പക്ഷേ ഇതൊക്കെ ഐ ഡോണ്ട് തിങ്ക് വിൽ യൂസ് ഇറ്റ് എനിവേ. ഞങ്ങളൊന്നും മേടിക്കുന്നില്ല അവിടുന്ന്. ദെൻ ദി ഫ്രൂട്ട്സ്. ഇതൊക്കെ നോർമൽ സൂപ്പർ മാർക്കറ്റ് സ്റ്റഫ് കേട്ടോ. യു ഗെറ്റ് ലോട്ട് ഓഫ് things like that. And then ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ വെച്ചിട്ടുണ്ട് കുറേ. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റ് ഷോപ്പ്. പിന്നെ അതേപോലെ തന്നെ കുറേ വെജിറ്റബിൾ ചീസ്. These are all organically grown here.
കൊള്ളാം. It's worth visiting and then have a good family time. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് ഇവിടെ? ഹായ്. കുറേ നടന്നു. അപ്പോൾ ഇത് നമ്മൾ ഫ്രൂട്ട് ഇൻ വാൻ വെസ്റ്റ് മൊത്തത്തിൽ കണ്ടു. കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു സീസണൽ ഫ്രൂട്ട്സ് സീസണലായതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് 2 ഫ്രൂട്ട്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഭയങ്കര നല്ല ആംബിയൻസ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ് ടു സ്പെൻഡ് എൻ എൻറ്റയർ ഡേ. നല്ല ക്യാൻറ്റീൻ ഉണ്ട്. ആൻഡ് ദെൻ യു ക്യാൻ ടേക്ക് ദ കിഡ്സ് ഇൻ ടു ദി ഗാർഡൻസ്. ദേ ക്യാൻ കളക്ട് ഫ്രൂട്ട്സ് ബൈ ദംസെൽസ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദെൻ നെതർലാൻഡ്സ് അറിയാമല്ലോ, ടിക്കറ്റ് ഗ്രീനറി ഉണ്ട്. നെതർലാൻഡ്സ്. ഐ ഓൾസോ കം ഫ്രം കേരള. ആൻഡ് ദെൻ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഹിയർ ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻ ആൻഡ് ദെൻ നേച്ചർ has its own space in Netherlands. So until I come back next, see you. Bye.